സാർ, ഇടയ്ക്കൊരു ദിവസം ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നതാണ്. ആദ്യമൊരു ചെറുതായൊരു പരിചയപ്പെടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. ദിവസവും നല്ലൊരു സമയം ഞങ്ങൾ എന്നും ചാറ്റ് ചെയ്യുമായിരുന്നു. സാർ, കൂടുതൽ സംസാരിച്ചതും വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചുമായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സാർ, അന്നൊരു ദിവസം എന്നോട് ദുബായ് ഫെസ്റ്റിവൽ ഓഫറിനെ കുറിച്ചും എനിക്ക് വാങ്ങിയ സമ്മാനങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. സാർ, അതിന്റെ ചിത്രങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. ഈ ലാസ്റ്റ് ദിവസം അവരെ അയച്ച സമ്മാനങ്ങൾ കസ്റ്റംസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ക്ലിയർ ചെയ്യാൻ 65,000 രൂപ അടയ്ക്കണം, ഇന്ത്യൻ മണി ഇവിടുന്ന് അയച്ചു കൊടുക്കണം, ആ പേയ്മെന്റ് അപ്പം തന്നെ എനിക്ക് തിരിച്ചയക്കാമെന്നും പറഞ്ഞു. സാർ, 3-4 ലക്ഷം രൂപയുടെ സാധനം കിട്ടുമെന്ന് കരുതി ഞാൻ അവർക്ക് പേയ്മെന്റ് ചെയ്തു. ഹോട്ടൽ അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. സാർ, പിന്നീട് അയച്ച മെസ്സേജുകളൊന്നും റീഡ് ചെയ്യുന്നില്ലായിരുന്നു. നോക്കിയപ്പോഴാണ് എന്നെ ബ്ലോക്ക് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായത്. സാറേ, അപ്പോഴാണ് സാറേ ആ ചതി എനിക്ക് മനസ്സിലായത്. സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ ജാഗരൂകരായിരിക്കുക. തട്ടിപ്പിനിരയായ 1 മണിക്കൂറിനകം കേരള പോലീസിന്റെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ബന്ധപ്പെടുക. നമ്പർ മറക്കരുത്, 1930 1930.